ഗൈസ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്താവോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു, സീരിയസ്ലി ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സൂപ്പർ ക്വസ്റ്റ്യൻസ്. എൻ്റെ മെയിൻ തിങ് എനിക്ക് വേറെ ഡിസൈൻ സോഫ്റ്റ്വെയർസ്, അത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ടിട്ട് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ദൈവമേ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ. കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് അത്രക്ക് ഇതുണ്ട് ജോലി കിട്ടണം എന്നുള്ളത്. പക്ഷെ ഈശ്വരാ കിട്ടണേ. ഇനിയിപ്പോൾ കടയിൽ പോകണം. ഇപ്പം അമ്മ ചോദിക്കും എങ്ങനെ ഉണ്ടായെന്നുള്ളത്. ഇൻ്റർവ്യൂ വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷെ കിട്ടൂല എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇന്ന് തന്നെ അറിയിക്കായിരിക്കും. അവരുടെ അടുത്ത് ലാസ്റ്റ് എന്നാ ജോയിൻ ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ പേടിയുണ്ട്. ഇപ്പം ജസ്റ്റ് കഴിഞ്ഞുള്ള ഇൻ്റർവ്യൂ എന്താവുണ്ട്. ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ. Hey guys, so here I am talking something really serious to you. Actually, I'm so excited to talk about this to you. Like, I'm really excited. It's really important in my life, and I was waiting so long from yesterday. Like, yeah, I was waiting and waiting, and finally I came to know this. Like, I'm really happy, and here is the news, guys. നിങ്ങൾക്കറിയോ, ഇന്നലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് ഒരു ഇതുണ്ടായില്ല എനിക്ക് കിട്ടുമെന്നുള്ളത്. സീരിയസ് ആയിട്ട് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അമ്മ സത്യമായിട്ടും ഞാനിങ്ങനെ ഫുള്ള് പ്രാർത്ഥനയായിരുന്നു. ദൈവമേ പ്ലീസ് കിട്ടണ നല്ലൊരു ചിപ്പികളാണ് എനിക്ക് കിട്ടണേ ദൈവമേന്ന്. കാരണം എനിക്ക് കിട്ടൂല എന്ന് തോന്നില്ല. പക്ഷേ ഇന്ന് അവർ വിളിച്ചിട്ട് പറയാൻ എനിക്ക് കിട്ടിയെന്ന് ഒന്ന് നോക്കണേ. എൻ്റെ ഒരു സന്തോഷം. എൻ്റെ ദൈവം എൻ്റെ വിളി കേട്ടു കുഞ്ഞുങ്ങളെ, എൻ്റെ വിളി കേട്ടു. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ അച്ഛൻ, അമ്മ, മമ്മി, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഇത്ര നല്ലൊരു കോഴ്സൊക്കെ പഠിച്ചിട്ട് എനിക്ക് ഇന്ത്യ നല്ലൊരു ജോലി കിട്ടാത്ത എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അത് മാറിക്കിട്ടില്ല. സോ ഐ എം സോ ഹാപ്പി ഫോർ മീ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരു വിഷമമുള്ളതായതുകൊണ്ട്. ഐ എം മൂവിങ് ഔട്ട്. വീട്ടിൽ നിന്ന് പോകണേ. അതൊരു ഞാൻ ഇതുവരെ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. കാരണം ഈവൻ എന്തോ ഞാൻ ഭയങ്കര അങ്ങനെയൊക്കെ നടക്കണം. ഭയങ്കര ടഫും ഇതൊക്കെയൊന്ന് കാണിക്കുകയാണെങ്കിലും എനിക്ക് അച്ഛനമ്മയൊക്കെ കാണണം. ഗൈസ്, നമ്മളിന്ന് ഷോപ്പിംഗ് തുടങ്ങാണ് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അച്ഛനും അമ്മയും ഞാനും കൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഞാനിത് ഉള്ളിൽ ബനിയൻ ഇടാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുളിച്ചിട്ടില്ല. അത് മാത്രമല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കണമെങ്കിൽ കുറേ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഊരാനൊക്കെ ഭയങ്കര പണിയല്ലേ. അപ്പോൾ ഞാനൊന്നും വലിയ റെഡി ആയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ജീൻസിൻ്റെ ഒപ്പം എടുത്തിട്ടു. അപ്പോൾ ടോപ്പുകൾ ഇട്ട് നോക്കണമെങ്കിൽ ജീൻസിൻ്റെ ഒപ്പം ഇട്ട് നോക്കാം, ജീൻസുകൾ ഇട്ട് നോക്കണമെങ്കിൽ ഈ ടോപ്പിൻ്റെ ഇടയിൽ ഇട്ട് നോക്കാം. വേറെ മാഗി ഉണ്ടോ? ഇന്ന് ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്ത് ലൈക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഭയങ്കര റിയാലിറ്റി ചെക്ക് പോലെ വന്നെ. ഞാൻ പോവാണ്. നല്ല ടെൻഷനൊക്കെ ആവുന്നുണ്ട്.
നമ്മുടെ വീട് പോലെ ആവൂലല്ലോ വേറെ എവിടെ പോയി കഴിഞ്ഞാലും. ഫീലിങ്സോ എന്തൊക്കെയോ പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. തന്നെ ജീവിക്കണം, അത് ഈസ് കൈൻഡ് ഓഫ് റിയലി ഹാർഡ്. തന്നെ എങ്ങനെ ജീവിക്കോ? അയ്യോ. ഇന്ന് 13/1/2024. സമയം ഇപ്പം ഏകദേശം 1 മണി എന്തോ ആയിട്ടുണ്ട്. പക്ഷെ എനിക്കില്ല, കിടന്നിട്ട് ഞാനിങ്ങനെ ഞെട്ടി എഴുന്നേറ്റുകൊണ്ടിരിക്കുക. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, പേടിയാവുന്നു. 14 ജനുവരി 6 മണി ഞാൻ എഴുന്നേറ്റ്. അല്ലെങ്കിൽ പോത്തോരോട് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഉറങ്ങാൻ പറ്റാത്ത കൂടി കൊണ്ടിട്ട്. പക്ഷെ ഞെട്ടി എഴുന്നേറ്റു. കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പാക്ക് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഗൈസ്, ഇന്ന് ജാനുവരി 14. ഇനിയും 3 ദിവസം കൂടി ഉള്ളു ഞാൻ പോകാനായിട്ട്. പാക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ വന്നേക്കാണ് ഇവിടെ. 3 ദിവസം കൂടി ഉള്ളു. ഐ എം സ്റ്റിൽ സ്റ്റിച്ചിങ്. ഇനി 10 ദിവസം കൂടി എൻ്റെ ബർത്ത്ഡേക്ക്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ ഒറ്റക്കായിരിക്കും മിക്കവാറും. എൻ്റെ സ്റ്റേ ഒക്കെ ശരിയായിട്ടുണ്ട്. ഞാൻ സ്ഥലം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. അത് പറയണായിരിക്കും ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. എവരിബഡി ഈസ് ഹാപ്പി എക്സെപ്റ്റ് ദാറ്റ്. ഐ എം ഓക്കെ. ആർ യു ഹാപ്പി? യെസ്. ഗൈസ്, ഇന്ന് 16th January 2024. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്നലെ ഫുള്ള് തിരക്കാറുണ്ട്. ആൻഡ് ഇന്ന് 15 അല്ലെന്ന് 16. ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ, നാളെയും കൂടി. ഓ ഷിറ്റ്. ഇന്ന് കുറേ പണിയുണ്ട്. ഞാൻ വിചാരിച്ച എൻ്റെ PCC കാണാനില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുമെന്ന്. ഞാൻ PCC എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പുറത്ത് പോകാനുള്ള പ്ലാൻ കൊണ്ടിട്ട് PCC എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അടുത്ത് കഴിഞ്ഞു. പക്ഷേ അത് എൻ്റെ ഭാഗ്യവശാൽ അത് ക്യാൻസലായി പോയല്ലോ. പക്ഷേ അതെൻ്റെ PCC ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മതി PCC. ഇന്നിപ്പോൾ ഒരു പണി കുറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചേ. ഇനി കുറേ പണിയുണ്ട്. എൻ്റെ കുറേ പാൻറ്റുകളുടെ മൂട്ടിൽ സ്റ്റിച്ച് വിട്ടിടക്കെ. അപ്പം അതൊക്കെ ഒന്ന് അടിക്കണം. പിന്നെ എനിക്ക് ജീൻസ് വാങ്ങിക്കുമ്പോൾ എനിക്ക് അര കറക്റ്റ് കിട്ടൂല. നീട്ടവും കിട്ടൂല, അരയും കിട്ടൂല. ഒട്ടുക്കത്തെ പൊക്കം കാരണം. അപ്പം ഇപ്പം കിട്ടിയേക്കണതൊക്കെ 3/4 പോലെ കിടക്കാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നല്ലതാണ് കാണാനായിട്ട്. അപ്പം അതിൻ്റെ ഒക്കെ അര ഒന്ന് ചെറുതാക്കണം. ഒരു 4-5 ഇഞ്ച് കൂടുതലുണ്ട് അര. അതൊക്കെ ഒന്ന് അടിച്ച് ചെറുതാക്കണം. ഇന്ന് കുറച്ച് പണികളുണ്ട്. പിന്നെ ക്രോക്സ് ഒന്ന് കഴുകണം, ഒരു ബാഗ് കഴുകണം. എന്താ ഏതാ ഇന്ന് 16/1/2024. നമ്മൾ സ്റ്റാൻഡും
റിംഗ് ലൈറ്റും എല്ലാം പാക്ക് ചെയ്ത് വെക്കാണ്. സോ അതിനകത്തുള്ള എടുക്കലൊക്കെ ഇന്നത്തോടെ എടുക്കൽ വെക്കണം. കാരണം നാളെ ഇനി ഒരു ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. സോ നമ്മൾ ഇനി ലേറ്റ് ആക്കിയാൽ ശരിയാവില്ല. ചീത്ത പറഞ്ഞോളൂ ഇപ്പം തന്നെ വെക്കാത്തതിന്. ഈ പാടോക്കിൻ്റെ മെയിൻ സ്ഥലമാണ്. തലേ ദിവസമായിട്ട് പാടം കാണാൻ വന്നതല്ല, ഞാൻ കടയിൽ പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ താങ്ക്ഫുള്ളി സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഞാൻ എൻ്റെ ആലങ്ങാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഐ വിൽ ഷോ യു മൈ പാടം. സൂപ്പർ പാടം കണ്ടാ, സൂപ്പർ അല്ലേ? സൂപ്പർ പാടം. അതിനിടയ്ക്ക് ഈ പോത്ത് ഇത്ര നേരം പോസ് ചെയ്യാറുണ്ട്. പോത്തെ 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 പോത്തെ. സോ ഗൈസ്, ഈ വ്ലോഗ് ഞാൻ ഇവിടെ തീർക്കാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഐ എം മൂവിങ് ഔട്ട് ഫ്രം മൈ ഹൗസ്. ലൈക്ക് ലാസ്റ്റ് ഡേയ്സ്, ഇത് ഞാൻ അറിഞ്ഞിട്ടുള്ള എൻ്റെ ലാസ്റ്റ് ഡേയ്സ് ഇൻ മൈ ഹൗസ്. സോ ഞാൻ എവിടേക്കാണ് പോണത് ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ലൈഫ് ചേഞ്ചിങ് തിങ് ഹാപ്പൻ ടു മീ എന്നുള്ളത് ഞാൻ അടുത്ത വ്ലോഗിൽ കാണിക്കണമായിരിക്കും. ഐ എം സോ എക്സൈറ്റഡ് ടു സീ ടു യു ഗൈസ്. എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ അടുത്ത വ്ലോഗിൽ കാണിക്കും. ഓക്കെ, സോ ബൈ. എന്താ റെസിഡൻഷ്യൽ അഡ്രസ് കേരളത്തിൽ നിന്ന്. ദിസ് മൈറ്റ് ബി ദ ലാസ്റ്റ് വീഡിയോ ഫോർ ദിസ് ഇയർ. യെസ്, എൻ്റെ റെസിഡൻഷ്യൽ അഡ്രസ് മാറാണ്. പെർമനൻ്റ് അഡ്രസ് ഈസ് ഓഫ് കോഴ്സ് ഇത് തന്നെ, പക്ഷേ മൈ റെസിഡൻഷ്യൽ അഡ്രസ് ഈസ് ചേഞ്ചിങ്. ഞാൻ മാത്രം കേട്ടോ, എൻ്റെ ഫാമിലി ഈസ് സ്റ്റിൽ ഹിയർ. ബൈ. I love you guys. I love you.